എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നോമിനേഷൻ പ്രക്രിയ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്പൺ ആയിട്ടുള്ള നോമിനേഷനാണ് നടന്നത്. അപ്പോൾ ഇവിടെ സാബുമാനും അതുപോലെ തന്നെ നെവിനും പിന്നെ നമ്മുടെ ആരാണ് പുള്ളിക്കാരത്തി ലക്ഷ്മിക്കും വെറും 2 വോട്ടാണ് കിട്ടിയത്. ഞാൻ ഞെട്ടിപ്പോയി. സാബുമാൻ്റെ കാര്യം പോട്ടെ, പുള്ളിക്കാരൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ വീട്ടിലുള്ളവർക്ക് സാബുമാനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആരോടും വഴക്കിനോ ഒന്നിനും പോകുന്നില്ല. പുള്ളിക്കാരൻ അവിടെ ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. പിന്നെ നോക്കുമ്പോൾ ഉറങ്ങിക്കിടന്നാലും അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന പുള്ളിക്കാരനെ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും സാബുമാൻ്റെ കാര്യം ഓക്കെ. പക്ഷേ നെവിന് 2 വോട്ട് എന്ന് പറഞ്ഞാൽ നെവിൻ വളരെ നന്നായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നെവിൻ. പക്ഷേ നെവിൻ കട്ട് തിന്നുന്നു എന്നുള്ള കാര്യത്തിലാണ് നെവിനോട് എല്ലാവർക്കും പരാതിയുള്ളത്. ലക്ഷ്മിക്ക് 2 വോട്ട്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടായത്. ലക്ഷ്മിക്ക് വെറും 2 വോട്ടെന്നേ. പിന്നെ സാബുമാൻ്റെ കാര്യം പറഞ്ഞാലും ഇവർ കൊടുത്തിരിക്കുന്ന വെറും 2 വോട്ടാണ് സാബുമാനും കിട്ടിയതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും ബാക്കിയുള്ള മത്സരാർത്ഥികൾ അവിടെ കളിക്കാനല്ലേ വന്നിരിക്കുന്നത്. അവർക്ക് കപ്പടിക്കണമെന്നുള്ളൊരു ആഗ്രഹവും ഇല്ലേ? എന്തായാലും വല്ലാത്ത ജാതി. പിന്നീട് ബാക്കിയുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ അനുമോള്, അക്ബർ, പിന്നെ അതുപോലെ തന്നെ അനീഷ്, ബിന്നി, ഇവരൊക്കെ 3 വോട്ട് വീതമാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഷാനവാസിനാണ് വാരിക്കോരി വോട്ട് കിട്ടിയത്. പുള്ളിക്കാരന് 4 വോട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി പ്രേക്ഷക വിധിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കേണ്ടത്. എന്തായാലും ഇവരിൽ നിന്നും അടുത്ത ആഴ്ച ആരെങ്കിലും 1-2 പേരൊക്കെ പോവും. അപ്പോൾ നമ്മൾ ആദില ഉണ്ടല്ലോ, ആദില ഈ ഒരു ആഴ്ചയെന്ന് പറഞ്ഞാൽ ആദില സേഫാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ക്യാപ്റ്റൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ഈ ഒരാഴ്ച പേടിക്കേണ്ട കാര്യമില്ല. പിന്നീടെന്ന് പറഞ്ഞാൽ നൂറയുടെ പേര് ആരും നോമിനേഷനിലേക്ക് വലിച്ചിട്ടിട്ടില്ല. അതുപോലെ തന്നെ ആര്യൻ്റെ പേരും ആരും നോമിനേഷൻ പ്രക്രിയയിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ആര്യനും നൂറയും ആദിലയും സേഫാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ആര് പുറത്ത് പോകണം, അകത്ത് നിൽക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകരുടെ കയ്യിലാണ് എന്ന് ബിഗ് ബോസ് ടീം അംഗങ്ങൾ പറയുമ്പോഴും ഒരിക്കലുമല്ല. പ്രേക്ഷകരുടെ കയ്യിലായിരുന്നുവെങ്കിൽ ജിസയിൽ അവിടെ നിൽക്കുക തന്നെ ചെയ്താനെ. ശരിക്കും അവരൊക്കെ കൂടി തീരുമാനിക്കുന്നു ആരെവിടെ നിൽക്കണം, ആര് പുറത്തേക്ക് പോകണം എന്നുള്ളത്. ബിഗ് ബോസ് ടീം അംഗങ്ങൾ തന്നെയാണ് നിശ്ചയിക്കുന്നത്. പിന്നെ വോട്ടെന്നൊക്കെ പറയുന്നത് നമ്മളെ കൊണ്ട് വോട്ടിടിയിക്കുന്നു, അത്രയേ ഉള്ളൂ. തീരുമാനങ്ങളൊക്കെ അവരുടേത് തന്നെയാണ്. പലപ്പോഴും ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും പിന്നീട് എല്ലാവരും കൂടെ ചേർന്ന് അതിനെ തല്ലിക്കൊല്ലാനും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്കത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാനും അറിയാം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇനിയെങ്കിലും എനിക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വോട്ട് ചെയ്യുന്ന ആളുകൾ, നന്നായിട്ട് കളിക്കുന്ന ആളുകളെ അവിടെ നിർത്തിയേക്കുക. ഉറക്കം തൂങ്ങികളെയൊക്കെ എടുത്ത് വെളിയിൽ കളയുക. അതാണ് ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ നമ്മുടെ സാബുമാൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരിക്കലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽസേ അല്ല, അവിടെ നിൽക്കേണ്ട ആളേ അല്ല. പുള്ളിക്കാരന് ഒരു സിനിമയിലൊക്കെ നല്ല ചെത്ത് പയ്യനൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കേണ്ട പ്രായത്തിലുള്ള പയ്യനാണ്. അങ്ങനെ അത് മാത്രമേ അയാൾക്ക് യോജിക്കുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനുള്ളിൽ നിൽക്കേണ്ട ഒരാളേ അല്ല സാബുമാൻ. കാരണം പുള്ളിക്കാരൻ്റെ അഭിപ്രായങ്ങൾ പറയാറില്ല, ആരോടും മുഖം കറുപ്പിച്ച് ഒന്നും പറയാറില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇത് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി മത്സരമൊന്നും അല്ലല്ലോ, ചുമ്മാ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ചിരിക്കാനുമായിട്ടാണേൽ. പിന്നെ നെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെവിൻ വളരെ നല്ലൊരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ കുറച്ച് ഊടായ്പകളൊക്കെ ഉണ്ട്. ആ ഒരു ഊടായ്പകളും സംഭവങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ നെവിൻ ശരിക്കും അവിടെ എല്ലാവരെയും, അവരെ മാത്രമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും പലപ്പോഴും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനുള്ള ഒരു കഴിവ് നെവിനുണ്ട് എന്നുള്ള കാര്യം എടുത്ത് പറയാതെ വയ്യ. പക്ഷേ കുറച്ച് അഹങ്കാരങ്ങളൊക്കെ കയ്യിലുണ്ട്. പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു കാരണവശാലും ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കാനുള്ള യാതൊരുവിധ ക്വാളിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയെ അല്ല ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിയെ അവിടെ നിർത്തുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം ലക്ഷ്മിയൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ നെവിനോ
അതുപോലെ മറ്റാരെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ, അക്ബറൊന്നും പുറത്ത് പോവില്ല, ഇപ്പം അക്ബർ അവിടെ സേഫ് ആയിരിക്കും. പക്ഷേ നെവിനോ മറ്റോ ആണ് പുറത്ത് പോകുന്നതെങ്കിൽ അത് വലിയ നഷ്ടം തന്നെ ആയിരിക്കും. കാരണം കണ്ടില്ലേ, ജിസയിൽ പോയത് കണ്ടില്ലേ. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരനെ ഇപ്പോൾ ലക്ഷ്മിയെയോ സാബുമാനെയൊക്കെ അവിടെ നിലനിർത്തിയിട്ട് നെവിനോ മറ്റോ പോവുകയാണെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് കൊടുക്കുന്നവരൊക്കെ ഒന്ന് ആലോചിച്ചും കണ്ടൊക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.